വാണിയംകുളം പാതിപ്പാറയിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരണപ്പെട്ട പശ്ചാത്തലത്തിൽ ബസ്സുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഇന്ന് വ്യാപകമായ പരിശോധനയാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. ദീർഘദൂര സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന നടന്നത്. MVI രഞ്ജന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള സ്പീഡ് ഗവർണറുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചു. ഇതിനു പുറമെ കണ്ടക്ടർമാർക്ക് മതിയായ ലൈസൻസ് ഉണ്ടോ എന്നും പരിശോധനയുടെ ഭാഗമായി ഉറപ്പുവരുത്തി. ടിക്കറ്റ് നൽകാതെയും ഡോറുകൾ അടയ്ക്കാതെയും നടത്തുന്ന അപകടകരമായ യാത്രകൾ തടയുന്നതിനും അമിത വേഗതയും മത്സരയോട്ടവും നിയന്ത്രിക്കുന്നതിനുമുള്ള കർശന നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർക്ക് നൽകി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ബസ്സുകളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും നിയമങ്ങൾ പാലിക്കാത്ത വാഹന ഉടമകൾക്കും ജീവനക്കാർക്കും എതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ.